നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊലച്ചോറാണോ? അല്ല, അടുക്കളയില് പ്രേമിച്ചു ഉണ്ടാക്കി വെച്ചിരുന്നത്. പ്രേമേച്ചിയോ? അല്ല, ഈയിടെയായിട്ട് നീ എന്നെ അങ്ങനൊന്നും വിളിക്കാറില്ലല്ലോ. വിളിക്കണമെന്ന് തോന്നി. ചോറ് പ്രേമിച്ച് തന്നെ ഉണ്ടാക്കിയത്. അതിനകത്ത് നീ വല്ല വിഷവും കലർത്തി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. കുടിച്ച വെള്ളത്തില് നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതാ. ഇനി വിശ്വസിക്കാമോ? അല്ല, ഞങ്ങളുമായിട്ടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇന്നെന്ത് പറ്റി? ഇന്ന് മാത്രമല്ല, ഇനി ഇന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ചില തെറ്റുകൾ പറ്റി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനെല്ലാം തിരുത്താൻ പോവാ. നീ എന്തിനാടി വെറുതെ നാടകം കളിക്കുന്നത്? ഒരിക്കൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറി ഞങ്ങളുടെ എല്ലാം മനസ്സ് കീഴടക്കിട്ടാ നീ എന്റെയും ദേവികയുടെയും കല്യാണം കളിക്കിയത്. എന്റെ ജീവിതം നശിപ്പിച്ചതും അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. അതുകൊണ്ട് പറ്റിക്കാൻ നോക്കാതെ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിത്തരാൻ നോക്ക്. മോളെ, നീ ചോറ് വിളമ്പ്. എനിക്ക് വേണ്ട. ഇവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഭക്ഷണം വാങ്ങി കഴിക്കില്ല. എനിക്കും വേണ്ട. എന്നെ സ്റ്റേഷനിൽ കയറ്റിയോളാ ഇവള്. നിന്നെ ഞാൻ ചത്താലും വിശ്വസിക്കത്തില്ലടി. എനിക്കും നിന്നെ അങ്ങോട്ട് വിശ്വാസമില്ല. അനുഭവം അതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം. സഹായിക്കണമെന്നില്ല. ഇതെന്താ ഇവളിങ്ങനെ? അത്ഭുതമാണല്ലോ. ഒന്നുകിൽ അവൾ ഇതുവരെ മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നു. അല്ലെങ്കിൽ സിദ്ധു പറഞ്ഞതുപോലെ അവൾ എന്തിനോ വേണ്ടി ഒരുങ്ങുകയാ. ആ പറഞ്ഞതിനാണ് സാധ്യത. എന്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാ ഈ മാറ്റം. അയ്യോ ദൈവമേ, എന്തായിരിക്കും ഇനി അടുത്തത്? ചേച്ചി അതിന് പേടിക്കണ്ട. എന്തായാലും നമ്മളത് നേരിടും. നിന്റെ ആ റോഡിലെ പ്രകടനങ്ങളൊക്കെ നെറ്റിൽ വരുമോ മോളെ? അറിയത്തില്ല മുത്തശ്ശി. ഇന്നത്തെ കാലമാ. നമ്മൾ എന്ത് ചെയ്താലും നിരീക്ഷിക്കാൻ ഒരാളുണ്ടെന്നുള്ളത് ഓർക്കണം. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നീ എന്തിനാടി എന്നോട് തട്ടിക്കയറുന്നേ? മുത്തശ്ശി, ഒരാൾക്കൊരു കഷ്ടകാലം വരുമ്പോ അതും ആഘോഷിക്കാൻ കാണും കുറെ പേര്. അക്കൂട്ടത്തില് മുത്തശ്ശിയെ പെടുത്തുന്നതില് എനിക്ക് വിഷമമുണ്ട്. നിനക്ക് തോന്നിയ ദിവസം കാണിക്കാം. ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്തു അമ്മേ? എന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടില്ല. അത് ചിലർക്ക് ബോധ്യപ്പെടുന്നുണ്ട്, ചിലർക്ക് ബോധ്യപ്പെടുന്നില്ല. ആർക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അതില് ഒരു മാറ്റവും ഇല്ല. ഞങ്ങളെയൊക്കെ എതിർത്തുകൊണ്ട് നിനക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? വീഴ്ത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കമ്മേ. അപ്പൊ അറിയാലോ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന. പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഓടി ഒളിച്ചുകൊണ്ടിരുന്ന ഒരു ദേവിക ഉണ്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും മറുത്തൊന്നും പറയാത്തൊരു ദേവിക. അവളുടെ കാലം കഴിഞ്ഞു. ആ അമ്മേ, ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നത്തെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അല്ല, എന്റെ കുറ്റവും കുറവൊക്കെ നോക്കിക്കൊണ്ട് നടക്കുവാണെങ്കിലും
പാചകത്തില് ഇപ്പോഴും അമ്മയെ വെല്ലാൻ ആരും വന്നിട്ടില്ല. എന്താ രുചി! ഓ, ഭക്ഷണമായാലേ അങ്ങനെ വേണം. ഞാൻ നിന്റെ കുശിനിക്കാരിയൊന്നുമല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഇനിയിപ്പോ ആണെന്ന് തന്നെ വെക്കേ. അതിനിപ്പോ എന്താ കുഴപ്പം? ഈ ദേഹണ്ണം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ജോലിയൊന്നും അല്ലമ്മേ. അതൊരു കലയാ. കേട്ടിട്ടില്ലേ പാചക കലാന്ന്? മതിയടി, നിർത്ത്. നിന്റെ നാക്കിന്റെ നീളം കുറച്ച് കൂടിയിട്ടുണ്ട്. അതരിഞ്ഞു കളയാനേ എനിക്കധിക സമയമൊന്നും വേണ്ട. എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി അമ്മേ, ഞാൻ നിന്ന് തരാം. എന്തൊക്കെയാ പാർവതി ഇത്? ഒരു ബഹുമാനവും ഇല്ലാണ്ടായല്ലോ അവൾക്ക്. നമ്മളിനി എന്തോ ചെയ്യും? തലേക്കേറ്റി വെച്ചിരിക്കാ ചിലര്. അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്തിനാ നീ കരയുന്നേ? അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഒരബദ്ധം ആർക്കാ പറ്റാത്തത്? സിദ്ധു എന്നെ അവഗണിച്ചത് അച്ഛനും കണ്ടതല്ലേ? ആ അവഗണന കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല അച്ഛൻ. ആ വിഷമത്തില് അങ്ങനെയൊക്കെ പെരുമാറാൻ എനിക്ക് തോന്നിയത്. ചെയ്തത് ശരിയാണെന്ന് നീ കരുതുന്നുണ്ടോ? ഈ വീട്ടിലെ സമാധാനം മുഴുവൻ നീ ഒറ്റ ഒരാൾ കാരണം പോയി. പ്രേമയ്ക്ക് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു. തെറ്റാ ഞാൻ ചെയ്തത്. മാപ്പ് ചോദിക്കാൻ പോലും പറ്റാത്തത്ര തെറ്റാണ്. പറ്റിപ്പോയച്ച എന്റെ പൊട്ട ബുദ്ധിയില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ അച്ഛൻ ഞാൻ. ഒരുതരം വാശി പണ്ട് മുതൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ അങ്ങനെയൊക്കെ കാണിച്ചത്. തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ, തിരുത്താനും തയ്യാറായി. ഇനിയെങ്കിലും എന്നോട് പുറത്തൂടെ. ഈ വീട്ടിലുള്ളവരുടെ മനസ്സിലെ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന മുറിവല്ല നീ ഉണ്ടാക്കിയത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ.